ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ബീഫ് റോസ്റ്റിൻ്റേതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറിലോട്ട് 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലോട്ട് 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ കറിവേപ്പിലയും പിന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, ഒരല്പം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ആവുമ്പോൾ തന്നെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ബീഫ് കുക്കാകുമ്പോഴത്തേനും നമുക്ക് ഇതിലോട്ടുള്ളൊരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5 വെളുത്തുള്ളി അല്ലി കനം കുറച്ച് നീളത്തിൽ സ്ലൈസ് ചെയ്തതാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയാൽ ഇതിലോട്ട് സവോള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ സവോള ഒന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയാൽ നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് വീഡിയോ സ്കിപ്പായതാണ്. ചെറിയ തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് നല്ല ജീരകപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ടൊരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയും പച്ചമുളകൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് പാകത്തിനുള്ളൊരു എരിവുണ്ട്. ഇനി ഈ തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലവണ്ണം ഒന്ന് വഴറ്റി കളറ് മാറി തുടങ്ങിയാൽ ഇതിലോട്ട് നമുക്ക് ബീഫ് കുക്ക് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു തക്കാളി കട്ട് ചെയ്ത് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.